ഈ ഓണത്തിന് ഓട്ടോമാറ്റിക് കാർ നോക്കുന്നവർക്ക് എക്സ്റ്ററിന്റെ ഓട്ടോമാറ്റിക് നല്ലൊരു ചോയ്സ് ആണ്. പ്രൈസ് റേഞ്ച് വെച്ചും എഞ്ചിൻ ആണെങ്കിലും സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിൻ, അത് മാത്രമല്ല ആദ്യമായിട്ടൊരു കാർ വാങ്ങുന്നവർക്കാണെങ്കിലും എക്സ്റ്റർ നല്ലൊരു ചോയ്സ് ആണ്. അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓൺ റോഡ് പ്രൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് HX3 എന്ന് പറയുന്ന വേരിയന്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് രണ്ടാമത്തെ വേരിയന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 8,20,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നുള്ളൂ. അത് എക്സാക്ട് ഓൺ റോഡ് പ്രൈസ് ആണ് ഓൺ പേപ്പർ. ഇപ്പോൾ ഓണം ഓഫേഴ്സ് റൺ ചെയ്യുന്നതുകൊണ്ട് ഡിസ്കൗണ്ട് കിട്ടുകയും ചെയ്യും. ഇനി സെക്കൻഡ് വേരിയന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് സെക്കൻഡ് വേരിയന്റ് വരുന്നത് HX4+ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. അത് നമുക്കൊരു 9,56,000 രൂപയിൽ കിട്ടും. പ്ലസ് ഓണത്തിന്റെ ഓഫേഴ്സിന്റെ ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ രണ്ട് വേരിയന്റ് 10 ലക്ഷത്തിനകത്ത് ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് ആണ്. അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് കിട്ടുക എന്നുള്ളത് വിശദമായിട്ട് നോക്കാം. ഒരു പ്രോപ്പർ SUV എന്ന് വിളിക്കാൻ പറ്റില്ല, നമുക്കൊരു SUV ഫീൽ തരുന്ന ഒരു വാഹനമാണ് ഹ്യുണ്ടായി എക്സ്റ്റർ എന്ന് പറയാം. ആ ഒരു മൊത്തത്തിൽ സ്റ്റാൻസ്, കാര്യങ്ങൾ, സ്ക്വയർ ആയിട്ടുള്ള ഷേപ്പ് എന്നീ കാര്യങ്ങളൊക്കെ കൊണ്ട് ഇപ്പോൾ ഈ കാണുന്നത് HX3 എന്ന് പറയുന്ന വേരിയന്റ്. ഇത് ഞാൻ പറഞ്ഞ 8,20,000 രൂപ കിട്ടുന്ന ബേസ് വേരിയന്റ് തൊട്ട് മുകളിലുള്ള വേരിയന്റ്, അതായത് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റ്. ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് LED DRL വരുന്നില്ല, അവിടെ ജസ്റ്റ് ഒരു DRL പോലെ തോന്നിക്കുന്ന ഒരു പാനൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം, അത് ഹാലജൻ ആണ് വന്നുള്ളത്. ഹെഡ്ലാമ്പ് യൂണിറ്റും ഹാലജൻ ആണ്. ഇതിന്റെ തൊട്ട് മുകളിലുള്ള 9 ലക്ഷത്തിന് കിട്ടുന്ന വാഹനത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ LED DRL നമുക്ക് ആഡ് ആവുന്നുണ്ട്. അതാണ് മുൻവശത്ത് ഒരു ചേഞ്ച് വരുന്നത്. പിന്നെ എക്സ്ട്രാ എന്നുള്ള ഒരു ബ്രാൻഡിങ് കാര്യങ്ങൾ, നമ്മൾ ഒരുപാട് പേര് ബ്ലാക്ക് കളർ വാഹനം ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് വില കൂടിയ വാഹനങ്ങളിലാണ് കൂടുതലും ബ്ലാക്ക് കളറിന്റെ ഓപ്ഷൻ കിട്ടാറുള്ളത്, നൈറ്റ് എഡിഷൻ പോലെയൊക്കെ. എന്നാലും എക്സ്ട്രാ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിലൊക്കെ ഫുൾ ബ്ലാക്ക് കാർ കിട്ടുമെന്നുള്ളതാണ്. അലോയ് വീൽസ് നമുക്ക് വരുന്നില്ല, സ്വാഭാവികം ഈ പ്രൈസ് റേഞ്ചിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. സൈസ് നോക്കുകയാണെങ്കിൽ 165/70 പ്രൊഫൈലുള്ള 14 ഇഞ്ചാണ്. വീൽ കപ്പ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുള്ളതാണ്. ഈ ഒരു വേരിയന്റിൽ നമുക്ക് ഫെൻഡറിലായിട്ടാണ് ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ 9 ലക്ഷത്തിന്റെ വേരിയന്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി കളർ ORM, അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആവുന്നുണ്ട്. ഈ ഇൻഡിക്കേറ്റർ നമുക്ക് മിററിലാവും. ഒപ്പം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാവുന്ന ഫംഗ്ഷൻ നമുക്ക് ആഡ് ആവുന്നുണ്ട്. ഇതിൽ നമുക്ക് ORM, ഡോർ ഹാൻഡിൽസും ബോഡി കളർ കിട്ടുന്നില്ല. അതിപ്പോൾ മൊത്തം ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് നമുക്കൊരു ബ്ലാക്കിനോട് ചേർന്ന് പോകുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളപ്പോൾ വെള്ളം എടുത്താലും, നമ്മൾ വൈറ്റ് കളർ, റെഡ് കളറൊക്കെ എടുത്താലും ഈ ഒരു ഡോർ ഹാൻഡിൽ നമുക്ക് ഇത്തരത്തിൽ ബ്ലാക്കിൽ തന്നെ നിൽക്കുമെന്നാണ് ഈ ഒരു വേരിയന്റിന്റെ ഒരു ചേഞ്ച് എന്ന് പറയാനുള്ളത്. താഴെ നമുക്കൊരു സിൽവർ എലമെന്റ് കാര്യങ്ങളൊക്കെ കാണാം. വേണമെങ്കിൽ ആക്സിഡേറ്റ് ക്ലാഡിംഗ് ഒക്കെ വെച്ചാൽ കുറച്ചുകൂടി ഭംഗി കൂട്ടാവുന്ന കാര്യങ്ങളും വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി 9 ലക്ഷത്തിന്റെ വേരിയന്റിൽ നമുക്ക് സൺറൂഫും ലഭിക്കുന്നുണ്ട്. അതൊരു കിടിലൻ ഫീച്ചർ ആയിരിക്കും. അതായത് ഓട്ടോമാറ്റിക് കാർ വിത്ത് സൺറൂഫോട് കൂടിയിട്ട് നമുക്ക് 10 ലക്ഷത്തിന് 9 ലക്ഷം, അതിൽ നിന്നും നമുക്ക് ഓഫേഴ്സ് കുറയുമ്പോൾ വീണ്ടും അഫോർഡബിൾ ആയിട്ട് നമുക്ക് വാങ്ങാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്റ്റേറ്റ് പ്രൊഫൈലിൽ ഈ ഒരു വേരിയന്റ്. നമുക്ക് ബഡ്ജറ്റ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 8 ലക്ഷം ബഡ്ജറ്റിന്റെ അതിൻ്റെ ഉള്ളിലേക്ക് ബഡ്ജറ്റ് ഉള്ളെങ്കിൽ ഈ വേരിയന്റ് പോകണം ഓഫേഴ്സ് റൺ ചെയ്യുന്നതുകൊണ്ട് കിട്ടുമെന്നുള്ളതാണ്. പുറകിൽ നമുക്ക് ഡിഫോഗർ വൈപ്പർ ഒന്നും വരുന്നില്ല, പക്ഷേ റിയർ വ്യൂ ക്യാമറ വരുന്നുണ്ട്. യെസ്, ഈ വേരിയന്റിൽ തന്നെ നമുക്ക് ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹ്യുണ്ടായി എക്സ്റ്റേണൽ ബാഡ്ജിങ്, റിയർ പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. നമുക്കൊരു ഡിഫ്യൂസർ ഫിൻ ഡിസൈനുള്ള സ്കിഡ് പ്ലേറ്റിന്റെ ഒരു ഏരിയയുടെ ഡിസൈൻ കാണാനായിട്ട് സാധിക്കും. അവിടെയൊക്കെ നമുക്കൊരു സിൽവർ എലമെന്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കൊരു ടോൾ ബോയ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഹെഡ് റൂമിന്റെ വിഷയമൊന്നും വരില്ല. അതുപോലെ വൈഡ് ആയിട്ടാണ് ഡോർ ഓപ്പൺ ആവുന്നത്. കയറാനും ഇറങ്ങാനും പ്രശ്നമില്ല. നമുക്ക് എത്ര പ്രായമുള്ളവരാണെങ്കിൽ, കുട്ടികളാണെങ്കിലൊക്കെ സുഖമായിട്ട് കയറാനും ഇറങ്ങാനും പറ്റുമെന്നുള്ളതാണ്. ഈ ഒരു ബേസ് വേരിയന്റിൽ, ബേസ് വേരിയന്റ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കണം, ബേസ് വേരിയന്റ് ശരിക്കും ഇതിന്റെ HX2 ആണ്, പക്ഷെ അത് മാനുവൽ മാത്രമേ കിട്ടുള്ളൂ. ഓട്ടോമാറ്റിക്കൽ സ്റ്റാർട്ടിംഗ് വേരിയന്റിൽ നമുക്ക് പുറകിൽ ഈ ഒരു വൈൻഡർ ആയിരിക്കും, പവർ വിൻഡോ ലഭിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ 9 ലക്ഷത്തിലേക്ക് പോകുമ്പോൾ 4 പവർ വിൻഡോസ് നമുക്ക് സ്റ്റാൻഡേർഡായി കിട്ടുന്നുണ്ട്. ഇതിൽ സ്പീക്കർ നമുക്ക് 4 സ്പീക്കർ ആഡ് ആവുന്നുണ്ട്. അത് സ്റ്റാൻഡേർഡ് ഫീച്ചർ ആണ് എന്നുള്ളതാണ്. ഇവിടെ വന്നാൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. ഒരു ഫുൾ ബെഞ്ച് സീറ്റ് ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു സെമി ഫാബ്രിക് ആണ് നമ്മുടെ സീറ്റിന്റെ ഒരു പാറ്റേൺ കാര്യങ്ങളൊക്കെ വന്നുള്ളത്. ഇന്റീരിയറിന്റെ ഒരു കളർ പാറ്റേൺ നമ്മൾ നോർമലി വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് കാണുന്നെങ്കിൽ ഇതൊരു നേവി ബ്ലൂ ആണ് നമുക്ക് ഇന്റീരിയർ. സോ നമുക്കൊരു റിച്ച് ഫീല് ഉള്ളിലിരിക്കുന്ന സമയത്ത്, അതായത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് എൻട്രി ലെവൽ വാഹനമാണ് ഓട്ടോമാറ്റിക്കലി, അങ്ങനെയൊന്നും ഫീൽ ചെയ്യില്ല. അത്യാവശ്യം ഒരു റിച്ച് ഫീല് നമുക്കിതിൽ കിട്ടുമെന്നാണ്. കണ്ടോ, ആ ഒരു നമ്മുടെ ഡാഷ്ബോർഡ് നോക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസും ടച്ച് സ്ക്രീനും ഓട്ടോമാറ്റിക്കിന്റെ ഒരു പ്രീമിയം ഗിയർ നോബ് ഒക്കെ വന്നിട്ട് നമുക്ക് അത്യാവശ്യം ഒരു പ്രീമിയം ഫീൽ കിട്ടാനുണ്ട് എന്നുള്ളതാണ്. റിയർ AC വെന്റ് ഇല്ല, അതും നമുക്ക് 9 ലക്ഷത്തിന്റെ വേരിയന്റിലേക്ക് പോകുമ്പോൾ റിയർ AC വെന്റ് നമുക്ക് ആഡ് ആവുന്നുണ്ട്. പിന്നെ സൺറൂഫിന്റെ വ്യൂ നമുക്ക് കിട്ടും. അതൊക്കെയാണ് ആ ഒരു വേരിയന്റിലുള്ള ഇന്റീരിയറിൽ വരുന്ന മാറ്റം. പിന്നെ കളറിൽ ചെറിയൊരു മാറ്റം നമ്മുടെ സീറ്റിന്റെ കളറിലും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലെ പവർ വിൻഡോസും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഇവിടെ ട്രാക്ഷൻ കൺട്രോളും ഹെഡ്ലൈറ്റ് ലെവലറും ആണ് വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗിനാണെന്നുണ്ടെങ്കിലും ആ ഒരു പുതിയ നമുക്ക് എക്സ്ട്രാ ചെറിയൊരു അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയം മുതൽ
ഇത്തരത്തിലൊരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. അതായത് വെന്യൂലൊക്കെ വരുന്ന പോലെ കുറച്ചൊരു ഇന്റീരിയറിൽ കയറുന്ന സമയത്ത് ആ ഒരു 8 ലക്ഷത്തിന്റെ വണ്ടിയിൽ നമുക്ക് കളർ കോമ്പിനേഷൻ ഫീച്ചേഴ്സും കൊണ്ട് ഒരു പ്രീമിയം ഫീൽ അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് കാണാനായിട്ട് പറ്റും. അതായത് ഈ ഒരു ബേസ് വേരിയന്റ് ആയിട്ട് കൂടെ നമുക്ക് 8 ലക്ഷത്തിന്റെ വണ്ടിയിൽ നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് ഉണ്ട്. ഇത് MIയുടെ കൺട്രോൾസ് ആണ്. 8 ഇഞ്ചാണ് ടച്ച് സ്ക്രീൻ വന്നുള്ളത്. നമുക്ക് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിയർ ക്യാമറയും വരുന്നുണ്ട്. മാനുവൽ AC, താഴേക്ക് വന്ന C ടൈപ്പ് ചാർജിംഗ് പോർട്ട്, 12 വോൾട്ടിന്റെ ചാർജിങ് സോക്കറ്റ്, അതുപോലെ USB-A ടൈപ്പ് ചാർജിങ്, അതൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ C ടൈപ്പ് ചാർജിംഗ് പോർട്ടൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ ഫീച്ചറാന്ന് പറയാം. നമുക്ക് AMT ആണ് ട്രാൻസ്മിഷൻ വന്നുള്ളത്. ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, അതുപോലെ മാനുവലിൻ്റെ ഓപ്ഷൻ നമുക്ക് ഇങ്ങോട്ട് തട്ടാണെങ്കിൽ മാനുവലായിട്ടും ഓടിക്കാനായിട്ട് പറ്റും. കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പാർക്കിംഗ് ബ്രേക്ക് മാനുവലാണ്. ആംറസ്റ്റ് ഇല്ല, അതൊരു കുറവാണ് നമുക്ക്. കാരണം ഓട്ടോമാറ്റിക് വാഹനമാണ്. നമുക്ക് ഈ ഒരു കൈ കൊണ്ട്, അതായത് നമ്മുടെ ലെഫ്റ്റ് കൈ എപ്പോഴും ഫ്രീ ആയിരിക്കും, നമുക്ക് ഇയർ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കൈ നമ്മളിവിടെ വെക്കും. അപ്പോൾ എക്സ്ട്രാ നിങ്ങൾ എന്തായാലും ഒരു ആംറസ്റ്റ് വാങ്ങി വെക്കേണ്ടത് നിർബന്ധമാണെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഓടിക്കുന്ന സമയത്ത്. മാനുവലാണെങ്കിൽ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു, അതില്ലാത്ത സ്ഥിതിക്ക് എന്തായാലും അത് നിർബന്ധമാണ്. പിന്നെ ഇവിടെ നമുക്ക് ഒരു കാർബൺ ഫൈബർ ടച്ച്, ബ്ലൂ കളർ, നേവി ബ്ലൂ, BG എല്ലാം കൂടി ഇന്റീരിയറിൽ ഞാൻ 100 മാർക്ക് കൊടുക്കുകയാണ് ഈ ഒരു വാഹനത്തിന്. അതും ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇൻസൈഡ് ഡോർ ലിവറിനൊക്കെ ഒരു സിൽവർ ടച്ച് കൊടുത്തിട്ടുണ്ട്. മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന IRM വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒരു 8 ലക്ഷത്തിന് വർത്തായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇത് ലഭിക്കുന്നുണ്ട്. ഇനി 9 ലക്ഷത്തിലേക്ക് പോയാലും ആ ഒരു DRലും സൺറൂഫും കാര്യങ്ങളെല്ലാം കൂടിയിട്ട് അതും ഓക്കെയാണ്. പിന്നെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. കർട്ടൻ എയർ ബാഗ്സ് വരെ വരുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ഞാൻ ഇതിനെ പരിഗണിക്കുന്നതിന് മറ്റൊരു റീസൺ ഇതിൻ്റെ എഞ്ചിനാണ്. ഇതിൽ ഓട്ടോമാറ്റിക് 4 സിലിണ്ടർ എഞ്ചിൻ്റെ ഒപ്പമാണ് വരുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ നമുക്ക് 83 PS 113 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള ഷിഫ്റ്റ് കാര്യങ്ങൾ, റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമുക്കിത് വെന്യൂലും അതുപോലെ തന്നെ i10, i20 തുടങ്ങിയ വാഹനങ്ങളിലൊക്കെ ഈ സെയിം എഞ്ചിനാണ് ഹ്യുണ്ടായിൽ ഉപയോഗിക്കുന്നത്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ റിഫൈൻഡ് ആണ്, വളരെ സ്മൂത്ത് ആണ് ഓടിക്കാൻ എന്നുള്ളതാണ്. റിലയബിൾ ആണ്. നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും i10 ഒക്കെ 10-15 വർഷമായിട്ടും എഞ്ചിൻ സ്മൂത്ത് ആയിട്ട് ഓടുന്ന ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ റോഡിൽ കാണാനായിട്ടും പറ്റും. അപ്പോൾ അത്തരത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു എഞ്ചിൻ്റെ കൂടെയാണ് നമുക്ക് ഒരു ഓട്ടോമാറ്റിക് ലഭിക്കുക എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും കൂടുതലുള്ളത് 3 സിലിണ്ടർ എഞ്ചിൻസ് ആണ്. നമുക്ക് ഒരു 8 ലക്ഷത്തിനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് കിട്ടാനുള്ളത്. സോ അതിലൊരു ബെസ്റ്റ് ചോയ്സ് ആണ്. നമുക്ക് 4 സിലിണ്ടർ എഞ്ചിൻ്റെ ഓട്ടോമാറ്റിക് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഒരു SUV ലുക്കുള്ള വാഹനം കൂടി നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഏകദേശം മൈലേജ് 13 to 15 ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്രതീക്ഷിക്കാനായിട്ടും. റിയൽ ലൈഫ് കണ്ട കമ്പനി 18 20 ഒക്കെ പറയുന്നുണ്ട്. ഹൈവേയിൽ കയറുകയാണെങ്കിൽ 17 മൈലേജ് ഒക്കെ കിട്ടും. എന്തായാലും നമ്മുടെ കേരളത്തിൻ്റെ കണ്ടീഷനിൽ ഓടിക്കുകയാണെങ്കിൽ അത്യാവശ്യം ടൗണും ഉള്ളേരിയും ഗ്രാമം അതുപോലെ സിറ്റി അങ്ങനെ എല്ലാം കൂടി നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 13 to 15 നമുക്ക് നമ്മൾ ഓടിക്കുന്ന സ്റ്റൈൽ അനുസരിച്ച് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഓവറോൾ ഈ ഒരു ബഡ്ജറ്റിന് വാല്യൂ ഫോർ മണി ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് അറിയിക്കണം. കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഷോറൂം നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാനും. വീഡിയോ കണ്ടതിന് ഒരുപാട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.